ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഈ കഥ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നിനെക്കുറിച്ചാണ്. ആ സ്റ്റേഷൻ്റെ പേര് അന്ധേരി റെയിൽവേ സ്റ്റേഷൻ. ഇത് നമ്മുടെ ഇന്ത്യയിലെ മുംബൈ നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, ഇതൊരു ഹൊറർ സ്റ്റോറിയാണെന്നല്ലേ പറഞ്ഞേ, പിന്നെ ഇത്രയും ആളുകളുള്ള ഒരു വലിയ സ്റ്റേഷൻ എങ്ങനെ ഹൊററായി മാറുമെന്ന്. അതാണ് ഈ വീഡിയോയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഭാഗം. എവിടെയാണോ ആളുകൾ വളരെ കൂടുതലായുള്ളത്, എവിടെയാണോ എല്ലാം വേഗത്തിൽ നടക്കുന്നത്, അവിടെയാണ് അപകടങ്ങളും കൂടുതലായും സംഭവിക്കുന്നത്. ഇവിടെ അപകടം എന്ന് പറഞ്ഞാൽ മരണങ്ങൾ. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള ഹൊറർ, മിസ്റ്ററി, ഹിസ്റ്റോറിക്കൽ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം ഈ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊട്ടും സത്യമായിരിക്കില്ല, ഇതൊരു കെട്ടുകഥയായിരിക്കുമെന്ന്. പക്ഷേ കഥയുടെ ആഴത്തിലേക്ക് പോകുമ്പോൾ ഇത് 100% സത്യമായ സംഭവമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു സാധാരണ കഥയല്ല, ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണെന്ന്. ഇത് കേട്ടാൽ ആരുടെയും ഹൃദയം ഒരു സെക്കൻഡ് നിന്നുപോകും. ഈ സംഭവം നടക്കുന്നത് 2024 ജൂൺ മാസത്തിലാണ്. ആ സമയം ദേവാൻഷ് എന്ന വ്യക്തി ഒരു സെയിൽസ്മാനായി ജോലി ചെയ്യുകയാണ്. അവൻ്റെ ഓഫീസ് അന്ധേരി TN നഗറിലായിരുന്നു. അവൻ്റെ ജോലി വളരെ സിമ്പിളായിരുന്നു. അവൻ്റെ ഓഫീസിൽ നിന്നും മറ്റൊരു ഓഫീസിലേക്ക് പോവുക, കമ്പനിയുടെ പ്രോഡക്റ്റുകൾക്കായി ഓർഡർ എടുക്കുക. ഒരു സാധാരണ 9 മുതൽ 5 വരെയുള്ള ജോലി. പക്ഷേ ഒരു ദിവസം അവന് ഒരു വലിയ ഓർഡർ ലഭിക്കാൻ പോവുകയായിരുന്നു. അതിനാൽ ഓഫീസിൽ നിന്നും കർശനമായ നിർദ്ദേശം ലഭിച്ചു. ഈ ഓർഡർ കിട്ടാതെ നീ വീട്ടിലേക്ക് പോകാൻ പാടില്ല, എത്ര വൈകിയാലും അവിടെ കാത്തിരിക്കണം. അങ്ങനെ അവൻ ഓഫീസിൽ കാത്തിരുന്നു. അതൊരു കോൾ സെൻ്റർ ആയിരുന്നു. അവിടെ എല്ലാവരും അവരുടെ ജോലി തിരക്കിലായിരുന്നു. ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. ആ ദിവസം അവന് വളരെ ബോറടിച്ചു. കാരണം അകത്ത് മീറ്റിംഗ് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇപ്പോൾ ചിന്തിച്ചു, എനിക്ക് വേണ്ടത് ഒരു ഓർഡർ കൺഫർമേഷൻ മാത്രമാണ്, ഇത്ര സമയം എടുക്കാൻ എന്താണ് കാരണം? അങ്ങനെ അവൻ ഫോൺ ഉപയോഗിച്ച് സമയം കളയാൻ തുടങ്ങി. കുറച്ചു നേരം ഫോൺ ഉപയോഗിച്ചു. വീണ്ടും ഒടുവിൽ അവൻ്റെ ഫോണിലെ ബാറ്ററി പൂർണ്ണമായും തീർന്നു. അവന് ഇതിനോടകം ബോറടിച്ചു കഴിഞ്ഞിരുന്നു. അവസാനം അവനെ അകത്ത് വിളിച്ചു. അകത്തു പോയതിനു ശേഷം അവന് ഓർഡർ കൺഫർമേഷൻ കിട്ടി. അതിനുശേഷം അവൻ തൻ്റെ വാച്ച് നോക്കി. വൈകിട്ടൊരു 7 മണിയായി. ഇപ്പോൾ ഞാൻ ഉടനെ പോകണം എന്ന് പറഞ്ഞ് വേഗത്തിൽ എഴുന്നേറ്റ് TN നഗറിൽ നിന്നും അന്ധേരിയിലേക്ക് മെട്രോ എടുത്തു. അവിടെ എത്തി ലോക്കൽ ട്രെയിനായി കാത്തു നിന്നു. കാരണം അന്ധേരിയിൽ നിന്നും ഭയന്തറിലേക്ക് പോകാൻ അവന് ലോക്കൽ ട്രെയിൻ തന്നെയാണ് വേണ്ടത്. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. അന്ധേരി സ്റ്റേഷനിൽ വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെ ഒരു പീക്ക് സമയമാണ്. അപ്പോഴൊക്കെ ട്രെയിനിൽ കയറുക തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കയറണമെങ്കിൽ ലിറ്ററലി തൂങ്ങി നിൽക്കേണ്ടി വരും. കാരണം ആ സമയത്ത് കോർപ്പറേറ്റ് ഓഫീസുകളിൽ നിന്നുള്ള ആളുകളെല്ലാം ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങും. അതിനാൽ ആ സമയത്ത് അന്ധേരി സ്റ്റേഷനിൽ നിന്നും യാത്ര ചെയ്യുക എന്നത് വളരെ കഠിനമായ കാര്യമാണ്. ഇപ്പോൾ അതേ അവസ്ഥയാണ് ദേവാൻഷിനും. ട്രെയിനിൽ കയറാൻ പോലും അവന് സാധിക്കുന്നില്ല. അതിനിടയിൽ അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. അവൻ്റെ ശരീരാവസ്ഥ കൂടെ ഒരല്പം മോശമാകുന്ന പോലെ തോന്നി. അവൻ വെറും ക്ഷീണിതനല്ല, അല്പം പനി വരുന്നത് പോലെ തോന്നി. ഇപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം, വേഗം എത്തണം. പക്ഷേ ട്രെയിനുകളെല്ലാം നിറഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ അവൻ വിചാരിച്ചു, ഇന്ന് എൻ്റെ ഭാഗ്യം തന്നെ മോശമായിരിക്കുമെന്ന്. ഇങ്ങനെ നിൽക്കാനും കഴിയില്ല. അതുകൊണ്ട് ഒരല്പസമയം ഇരുന്ന് വിശ്രമിക്കാം, ഒരല്പം ശരിയാകുമ്പോൾ വീട്ടിലേക്ക് പോകാം. സത്യത്തിൽ അവൻ്റെ ഈ തീരുമാനം തെറ്റായിരുന്നു. കാരണം മുംബൈയിലെ ലോക്കൽ ട്രെയിൻ എന്നത് ഒരു തമാശയല്ല. നിങ്ങൾ ഏതെങ്കിലും ലോക്കൽ ട്രെയിൻ കണ്ടിട്ടുണ്ടാകും. പക്ഷേ മുംബൈ ലോക്കൽ ട്രെയിനാണ് ഏറ്റവും ക്രൗഡായിട്ടുള്ളത്. ഇടയിൽ തിങ്ങി ഞെരുങ്ങി വല്ലാത്തൊരവസ്ഥയായിരിക്കും അത്. അവിടെ നിൽക്കുക പോലും കഷ്ടമായിരിക്കും. 150 പേരുടെ ഇടയിൽ ഒതുങ്ങി നിൽക്കേണ്ടി വരും. ക്ലോസ്ട്രോഫോബിയ ഉള്ള ആളാണെങ്കിൽ അവിടെ നിൽക്കാൻ പോലും കഴിയില്ല, ശ്വാസം മുട്ടും. സീറ്റുകൾ വളരെ കുറവാണ്, അധികം പേരും നിൽക്കേണ്ടി വരും. ഏകദേശം ദിവസേന 3000-3500 പേർ അന്ധേരിയിൽ നിന്നും യാത്ര ചെയ്യുന്നുണ്ട്. ഇത് ഇന്റർനെറ്റിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടെ ദേവാൻഷിൻ്റെ അവസ്ഥ വളരെ മോശമായി. അവൻ തീരുമാനിച്ചു, കാത്തിരിക്കാം, എന്തായാലും ഈ തിരക്കിൽ കയറില്ല. അങ്ങനെ അവൻ കാത്തിരുന്ന് സമയം കടന്നുപോയി. അവൻ്റെ ശരീരാവസ്ഥ വളരെ മോശമായതിനാൽ അവൻ അറിയാതെ തന്നെ അവൻ ഉറങ്ങിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞ് ദേവാൻഷ് കണ്ണു തുറന്നു. അവൻ അന്ധേരി സ്റ്റേഷനിലെ ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണ്. ചുറ്റും നോക്കി, പൂർണ്ണമായും ശൂന്യം, നിശബ്ദത മാത്രം. അവന് വിശ്വസിക്കാനായില്ല ഇത് അന്ധേരി റെയിൽവേ സ്റ്റേഷനാണോ എന്ന്. കാരണം അന്ധേരി സ്റ്റേഷൻ ഒരിക്കലും ശൂന്യമാകാറില്ല. രാവിലെ ആയാലും വൈകിട്ടായാലും രാത്രി ആയാലും ആളുകൾ നിറഞ്ഞിരിക്കും. പക്ഷെ ഇപ്പോൾ പൂർണ്ണമായി നിശബ്ദത. അവൻ വീണ്ടും ചുറ്റും നോക്കി. വാച്ചിൽ സമയം 1:30, അർദ്ധരാത്രി 1:30. ഇപ്പോൾ അവന് മനസ്സിലായി,
ഈ സമയം ഈ സ്റ്റേഷനിൽ കുടുങ്ങുക എന്നത് ഏറ്റവും മോശം കാര്യമാണ്. കാരണം 1:30 അവസാന ട്രെയിൻ പോയി കഴിഞ്ഞിരിക്കും. അതായത് ഇനി യാത്ര ചെയ്യാൻ അവന് കഴിയില്ല. ദേവാൻഷ് ഒരു സാധാരണ സെയിൽസ്മാൻ ആയിരുന്നു. അവൻ്റെ കയ്യിൽ ഊബർ അല്ലെങ്കിൽ ഓല ബുക്ക് ചെയ്യാൻ പോലും പണമില്ലായിരുന്നു. കൂടാതെ അവൻ്റെ ഫോൺ ബാറ്ററിയും ഡെഡാണ്. ഇപ്പോൾ അവന് മുന്നിൽ മറ്റു മാർഗമില്ല. അവൻ ചിന്തിച്ചു, ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം. 4 മണിക്ക് ആദ്യ ലോക്കൽ ട്രെയിൻ ഉണ്ടാകും. അതുവരെയും കാത്തിരിക്കാം. അതുകൊണ്ട് അവൻ ഒരല്പസമയം കൂടെ ഉറങ്ങാം എന്ന് തീരുമാനിച്ചു. പക്ഷെ ഇവിടെയാണ് കഥയുടെ യഥാർത്ഥ ഭയങ്കരമായ ഭാഗം തുടങ്ങുന്നത്. അവൻ ബെഞ്ചിലിരുന്ന ഉടനെ പിന്നിൽ നിന്നും ആരോ തനിക്ക് നേരെ നോക്കി നിൽക്കുന്നത് പോലെ അവന് വീണ്ടും വീണ്ടും തോന്നി. അവന്റെ പുറകിൽ ഒരു തൂണുണ്ടായിരുന്നു. ആ തൂണിന് പിന്നിൽ നിന്നും ആരോ നോക്കി നിൽക്കുന്നത് പോലെയാണ് അവന് തോന്നിയത്. അവൻ പലതവണ പിന്നോട്ട് തിരിഞ്ഞു നോക്കി. പക്ഷെ ആരെയും കാണുന്നില്ല. കുറഞ്ഞത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടും ആരോ പിന്നിൽ നിൽക്കുന്നത് പോലെ അവന് തോന്നിക്കൊണ്ടിരുന്നു. ഒടുവിൽ കുറച്ച് ധൈര്യം സമ്പാദിച്ച് അവൻ ആ തൂണിന്റെ പിന്നിലേക്ക് പോയി നോക്കി. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവനിപ്പോൾ ചെറിയൊരു ആശ്വാസം ലഭിച്ചു. ഇത് വെറും ഒരു തോന്നലായിരിക്കും, ഭ്രമമായിരിക്കും എന്ന് കരുതി. പിന്നീട് അവൻ തൻ്റെ ബെഞ്ചിലേക്ക് തിരികെ പോകാൻ തുടങ്ങി. അപ്പോൾ അപ്രതീക്ഷിതമായി അവിടെ 3 ആളുകൾ ഇരിക്കുന്നതായി അവൻ കണ്ടു. 3 പേരും പുരുഷന്മാരായിരുന്നു. അവർ ട്രാക്കിന്റെ ഭാഗത്തേക്ക് നോക്കിയിരിക്കുകയാണ്. പക്ഷെ ദേവാൻഷ് ഇപ്പോൾ അവരുടെ അടുത്തേക്ക് പോയില്ല. അവിടെ എന്തോ ശരിയല്ല. ഇവർ സാധാരണ മനുഷ്യരെ പോലെ തോന്നുന്നില്ല എന്നവൻ കരുതി. അതുകൊണ്ട് കുറച്ച് അകലെയുള്ള കല്ലുകൊണ്ടുള്ള ഒരു സമതല സീറ്റിൽ പോയി കിടന്നു. അവൻ കണ്ണുകൾ അടച്ചു കിടക്കുമ്പോൾ അവർ തമ്മിൽ എന്തോ സംസാരിക്കുന്ന ശബ്ദം അവന് കേൾക്കാമായിരുന്നു. ആദ്യം അവനത് അവഗണിച്ചു. സാധാരണ സംസാരമാകും എന്ന് കരുതി. പക്ഷേ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അത് സംസാരമല്ലായിരുന്നു. ആ 3 പേരും ഒരുമിച്ച് കരയുകയും കൂവുകയും ചെയ്യാൻ തുടങ്ങി. അവരുടെ ശബ്ദം ആ മുഴുവൻ സ്റ്റേഷനിലും മുഴങ്ങാൻ തുടങ്ങി. ഇത് കേട്ട് ദേവാൻഷ് ഭയത്തോടെ കിടന്നു. അവൻ്റെ ശ്വാസം വേഗത്തിലായി. എന്ത് ചെയ്യണമെന്ന് പോലും അവന് മനസ്സിലായില്ല. അവസാനം അവൻ ഒരു കാര്യമാണ് വ്യക്തമായത്: അവർ മനുഷ്യരല്ല. ഇതെല്ലാം കേട്ടിട്ടും ദേവാൻഷ് ഒരു വശത്തേക്ക് തിരിഞ്ഞു കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാം ശാന്തമായി. പക്ഷെ അപ്രതീക്ഷിതമായി അവൻ്റെ കാലിൽ ആരോ സ്പർശിച്ചതുപോലെ തോന്നി. അവൻ തൻ്റെ കാലുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ആ 3 പേരും അവൻ്റെ അടുത്തിരുന്ന് അവനെ നോക്കി ചിരിക്കുകയാണ്. അവർ മറാഠി ഒരു ചോദ്യം ചോദിച്ചു: നീയും മരിക്കാൻ പോകുന്നില്ലേ? ഇങ്ങനെയാണ്. ഇത് കേട്ട് ദേവാൻഷ് വളരെ ഭയപ്പെട്ടു. വിറച്ചുകൊണ്ട് അവൻ തൻ്റെ ബാഗ് എടുത്ത് അവിടെ നിന്നും ഓടുകയായിരുന്നു. ഓടുന്നതിനിടെ സ്റ്റേഷനിലെ ഒരു ക്ലോക്കിലേക്ക് അവൻ നോക്കി. സമയം 1:30. ഇത്രയും സമയം കഴിഞ്ഞിട്ടും സമയം മുന്നോട്ട് പോയിട്ടില്ല എന്ന് കണ്ടപ്പോൾ അവനത് വലിയ ഞെട്ടലായി. അവൻ ഇതൊരു സ്വപ്നമാണെന്ന് തോന്നി. പക്ഷെ യാഥാർത്ഥ്യം, അവൻ ആ മുഴുവൻ സ്റ്റേഷനിലും ഒറ്റയ്ക്കായിരുന്നു. സഹായിക്കാൻ ആരുമില്ല. അവൻ ഓടിക്കൊണ്ട് ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തി. അപ്പോൾ വീണ്ടും പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു: പറയ്, നീയും മരിക്കാനിരിക്കുകയല്ലേ? അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അതേ 3 പേർ അവൻ്റെ ദിശയിൽ ഓടുകയായിരുന്നു. ഇത് കണ്ട ദേവാൻഷ് കണ്ണുകൾ അടച്ചു. എന്നാൽ വീണ്ടും മറാഠിയിൽ ഒരു ശബ്ദം കേട്ടു: ഞങ്ങളോടൊപ്പം വരൂ, ഞങ്ങൾ വെറും മരിച്ചവർ തന്നെയാണ്, നിന്നെ ഒന്നും ചെയ്യില്ല. ഇത് കേട്ടപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ മനുഷ്യർ ഓർക്കുന്നത് ദൈവത്തെ മാത്രമാണ്. ദേവാൻഷിനും അങ്ങനെ തന്നെ. അവൻ കുറച്ച് ഹനുമാൻ ജപങ്ങൾ പറഞ്ഞു. അവനത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ തന്നെ ബോധം കെട്ട് വീണു. പുലർച്ചെ ദേവാൻഷിന്റെ കണ്ണുകൾ തുറന്നു. സ്റ്റേഷനിലെ ഒരു ക്ലീനർ അവനെ ഉണർത്തുകയായിരുന്നു. ടിക്കറ്റ് കൗണ്ടറിന്റെ ഒരു കോണിൽ അവൻ ബോധം കെട്ടി കിടക്കുകയായിരുന്നു. സമയം നോക്കിയപ്പോൾ രാവിലെ 5 മണി. ഉടനെ ഓടി ഒരു ലോക്കൽ ട്രെയിനിലേക്ക് കയറി. ഭയാന്തറിലേക്കുള്ള ട്രെയിൻ പിടിച്ചു. ആ യാത്ര മുഴുവനും അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത: ഇതെല്ലാം സത്യമായിരുന്നോ, അല്ലെങ്കിൽ വെറും ഒരു സ്വപ്നമാണോ? അവസാനം ഭയാന്തർ സ്റ്റേഷൻ എത്തി. ഇറങ്ങാൻ പോകുമ്പോൾ വാതിൽക്കൽ തന്നെ ആ 3 പേരും വീണ്ടും നിൽക്കുകയായിരുന്നു. അവർ വീണ്ടും അതേ ചോദ്യം ചോദിച്ചു: നീയും മരിക്കാൻ പോവുകയാണല്ലേ? ഇത് കണ്ടപ്പോൾ ദേവാൻഷ് ഭയത്തോടെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. നേരെ വീട്ടിലെത്തി. അവൻ്റെ വലിയ സഹോദരൻ കരണിനോടെല്ലാം പറഞ്ഞു. കരൺ അവനെ ഒന്ന് ശാന്തമാക്കി. നീ കുറച്ചു നേരം കിടന്നുറങ്ങ്, നാളെ നമുക്ക് നോക്കാം എന്ത് ചെയ്യാമെന്ന്. അടുത്ത ദിവസം അവൻ ഒരു ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെയുള്ള പൂജാരിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ വ്യക്തമായ ഒരു മറുപടി ലഭിച്ചില്ല. പൂജാരി പറഞ്ഞത്: ഹനുമാൻ ജപം അറിയാമല്ലോ, അത് പറഞ്ഞാൽ മതി, പൂജകൾ ചെയ്യൂ. എന്നാൽ ദേവാൻഷിന്റെ ഭയം മാറിയില്ല. ആ 3 പേരെയും താൻ വീണ്ടും കാണുമോ എന്നൊരു ഭയം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കരൺ ഒരു കാര്യം ഓർമ്മ വന്നു. വർഷങ്ങൾക്ക് മുൻപ് അന്ധേരിയിൽ ജോലി ചെയ്തിരുന്ന ഒരു സുഹൃത്ത്, ഒരു നൈറ്റ് ടെക്നീഷ്യൻ. ഉടൻ തന്നെ ഇവർ 2 പേരും ഈ ടെക്നീഷ്യൻ്റെ അടുത്തേക്ക് പോയി. അവിടെ എത്തിയ ശേഷം നടന്ന കാര്യങ്ങളെല്ലാം അയാളോട് പറഞ്ഞു. ആ സുഹൃത്തിൻ്റെ പേര് സണ്ണി.
സണ്ണി ചോദിച്ചു, അതായത് ഇതെല്ലാം സംഭവിച്ചു അല്ലേ? പിന്നെ എന്തുണ്ടായി? ഇപ്പോൾ ദേവാൻഷ് പറഞ്ഞു, ഞാൻ പൂർണ്ണമായും ഭയന്നിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇപ്പോൾ സണ്ണി പറഞ്ഞു, മുംബൈ ലോക്കൽ ട്രെയിനുകളിൽ ഒരു വർഷത്തിൽ 2000-ലധികം ആളുകൾ മരിക്കുന്നു. ചിലർ വീണ് മരിക്കുന്നു, ചിലർ വേദനിച്ചു മരിക്കുന്നു, ചിലർ ആത്മഹത്യ ചെയ്യുന്നു. മുംബൈയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ, പ്രത്യേകിച്ച് അന്ധേരി റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വളരെ കൂടുതലാണ്. ഇവിടെ മരിക്കുന്നവരിൽ എന്ത് രീതിയിൽ മരിച്ചാലും, അത് അപകടമായാലും ആത്മഹത്യയായാലും, അവർ ആത്മാക്കളായി മാറുമെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ മരണം സംഭവിച്ചാൽ അവർ ഒരു ആത്മാവായി മാറുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. ഇത് കേട്ട് ദേവാൻഷ് ചോദിച്ചു, പക്ഷെ ആ 3 ആളുകൾ ആരായിരുന്നു? ഇതിന് സണ്ണി പറഞ്ഞു, അതെനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, റെയിൽവേ സ്റ്റേഷനുകൾ വളരെ ഹോണ്ടഡ്, ഭീതിജനകമായ സ്ഥലങ്ങളാണ്. ഇരുണ്ട നിഴലുകൾ എന്താണ് ചെയ്യുന്നത് എന്നറിയാമോ? ഒരു സ്ഥലം പൂർണ്ണമായും ശൂന്യവും ഇരുണ്ടതുമാകുമ്പോൾ അവർ പുറത്തേക്ക് വരും, അവരുടെ മരണത്തിൻ്റെ കഥ വീണ്ടും അനുഭവിക്കാൻ. ആ ദിവസത്തിന് ശേഷം ദേവാൻഷ് ഒരു കാര്യം തീരുമാനിച്ചു. എന്ത് ജോലി ഉണ്ടായാലും വൈകിട്ട് 5 മണിക്ക് ശേഷം പുറത്ത് താമസിക്കില്ല. കാരണം ആ രാത്രി അവനൊരു വലിയ സത്യം മനസ്സിലായി, ജീവിതത്തിൻ്റെ വില. അർദ്ധരാത്രിയിൽ ഇരുണ്ട സ്ഥലങ്ങളിൽ ഒറ്റയ്ക്കിരിക്കുന്നത് ആത്മാക്കളുടെ ഇടയിൽ നിൽക്കുന്നത് പോലെയാണ്, അതായത് മരണത്തിനടുത്തായി നിൽക്കുന്നത് പോലെ. ഈ വീഡിയോയുടെ അവസാനം എനിക്ക് നിങ്ങളോട് പറയേണ്ടത് ഇത്രമാത്രം: നിങ്ങൾ വളരെ തിരക്കേറിയതും ആളുകൾ നിറഞ്ഞതുമായും കാണപ്പെടുന്ന സ്ഥലങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. ഒരു സമയത്ത് ഏറ്റവും ശൂന്യവും നിശബ്ദവുമായിരിക്കും. അർദ്ധരാത്രിയിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് പോയാൽ അതെത്ര ഭീകരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അത് കോളേജാണെങ്കിലും ആശുപത്രിയാണെങ്കിലും സ്കൂളായാലും റെയിൽവേ സ്റ്റേഷനായാലും ഇരുണ്ട നിഴലുകൾ എല്ലായിടത്തുമുണ്ട്. അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കുക. ഞാൻ അന്ധേരി റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് തെറ്റായൊന്നും പറയുന്നില്ല, അവിടെ പോകാം, പക്ഷേ അർദ്ധരാത്രിയിൽ പോകാതിരിക്കുക. ഈ കഥയിൽ നിന്നും എനിക്ക് പറയാനുള്ളത്, അസാധാരണമായതോ ഭയപ്പെടുത്തുന്നതോ ആയ അനുഭവങ്ങൾ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. നമ്മുടെ ഉള്ളുണർവ് പലപ്പോഴും അപകടത്തെ മുൻകൂട്ടി അറിയിക്കുന്നു. രാത്രിയിൽ ഒറ്റയ്ക്ക് ശൂന്യമായ സ്ഥലങ്ങളിൽ കഴിയുന്നത് ഒഴിവാക്കുക. കാരണം അത് യഥാർത്ഥ അപകടത്തിലേക്കോ അനാവശ്യ ഭയത്തിലേക്കോ നയിക്കാം. ഏറ്റവും പ്രധാനമായി, എന്തെങ്കിലും ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഉടൻ അവിടെ നിന്നും മാറിപ്പോവുക. സ്വന്തം ഉള്ളുണർവിൽ വിശ്വസിക്കുന്നത് പലപ്പോഴും സുരക്ഷിതമായ തീരുമാനത്തിലേക്ക് നയിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള ഭീതിജനകമായ ഭയപ്പെടുന്ന കഥകൾ നിങ്ങൾക്ക് വീണ്ടും കേൾക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഹൊറർ എന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.